ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പൂന്തോട്ടത്തിൽ. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഭീഷണി ഒഴിവാക്കുന്നതിനായുള്ള ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. നഗരത്തിലെ കാനകളുടെയും തോടുകളുടെയും ശുചീകരണത്തിനായി പ്രത്യേക ക്ലീനിംഗ് കാലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 1 ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ മെയ് 15 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഡെപ്യൂട്ടി കളക്ടറുടെയും ജൂനിയർ സൂപ്രണ്ടിന്റെയും നേതൃത്വത്തിൽ സ്വതന്ത്ര പരിശോധനകൾ നടത്താനും ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. മുല്ലശ്ശേരി കനാലുമായി ബന്ധപ്പെട്ട് പ്രീഫാബ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിന് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചു. KSEB, PWD എന്നിവയുടെ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനായി 1.24 കോടി രൂപ കോർപ്പറേഷൻ അനുവദിക്കും. മോട്ടോർ വാഹന നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴത്തുകകൾ പകുതി അടച്ച് തീർപ്പാക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുങ്ങുന്നു. ഇന്നു മുതൽ 30 വരെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ താഴത്തെ നിലയിലുള്ള എൻഫോഴ്സ്മെന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലാണ് അദാലത്ത്. രാവിലെ 10:30 മുതൽ വൈകുന്നേരം 5 വരെ പൊതുജനങ്ങൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. സർക്കാരിന്റെ അംനസ്റ്റി സ്കീം 2026 ഈ മാസം 30 അവസാനിക്കുന്ന സാഹചര്യത്തിൽ കുടിശ്ശികയുള്ള ചെലാനുകൾ തീർപ്പാക്കുന്നതിനായാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക ഇ ചെലാൻ അദാലത്ത് സംഘടിപ്പിക്കുന്നത്. 2024 ഡിസംബർ 31 വരെ കേരള മോട്ടോർ വാഹന വകുപ്പും പോലീസും ചുമത്തിയിട്ടുള്ളതും നിലവിൽ കോടതികളിലേക്ക് കൈമാറാത്തതുമായ ചെലാനുകൾക്കാണ് 50% ഇളവ് ലഭിക്കുക. അദാലത്തിന് നേരിട്ടെത്താൻ സാധിക്കാത്തവർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വെബ് പോർട്ടലായ services.mvd.kerala.gov.in സന്ദർശിച്ചും ഇളവുകളോടെ പിഴയടച്ച് കേസുകൾ തീർപ്പാക്കാം. നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിൽ നിന്ന് ആദ്യ സംഘം ഏപ്രിൽ 30 പുറപ്പെടും. ഇത്തവണ 8341 തീർത്ഥാടകരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി യാത്ര തിരിക്കുന്നത്. ഇതിൽ 5492 സ്ത്രീകളും 2849 പുരുഷന്മാരും ഉൾപ്പെടുന്നു. കേരളത്തിന് പുറമെ ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും നെടുമ്പാശ്ശേരി ക്യാമ്പ് വഴിയാണ് യാത്രയാകുന്നത്. ആദ്യ സംഘം യാത്ര തിരിക്കുന്നതോടെ ഈ വർഷത്തെ ഹജ്ജ് വിമാന സർവീസുകൾക്ക് തുടക്കമാകും. 432 പേരെ വീതം വഹിക്കുന്ന മൊത്തം 20 വിമാന സർവീസുകളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. തീർത്ഥാടകർക്കായി വിമാനത്താവളത്തിന് സമീപം ഒരേ സമയം 1200 പേർക്ക് താമസിക്കാൻ സൌകര്യമുള്ള വിപുലമായ പന്തലും മറ്റനുബന്ധ സൌകര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കഠിനമായ വേനൽ ചൂട് പരിഗണിച്ച് പന്തലിനുള്ളിലെ താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി നിലനിർത്താൻ പ്രത്യേക എയർ കണ്ടീഷൻ സംവിധാനം ഒരുക്കും. തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കുന്നതിന് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് പരിപാടിയുടെ പരിശീലന പരിപാടിക്ക് തുടക്കം. കളക്ടറേറ്റ് സ്പാർക്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടറും പ്രിൻസിപ്പൽ സെൻസസ് ചാർജ് ഓഫീസറുമായ ജി പ്രിയങ്ക സെൻസസ് ചാർജ് ഓഫീസർമാർക്കുള്ള ത്രിദിന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെൻസസ് ഓഫീസർമാർ, അഡീഷണൽ ജില്ലാ സെൻസസ് ഓഫീസർമാർ, ചാർജ് സെൻസസ് ഓഫീസർമാർ, അഡീഷണൽ ചാർജ് സെൻസസ് ഓഫീസർമാർ എന്നിവർക്ക് പുറമെ ഓരോ ഓഫീസിൽ നിന്നുമുള്ള തിരഞ്ഞെടുത്ത ക്ലറിക്കൽ അസിസ്റ്റന്റുമാർക്കും സാങ്കേതിക സഹായികൾക്കുമാണ് തുടക്കത്തിൽ പരിശീലനം. ദേശീയ സെൻസസ് രജിസ്ട്രേഷൻ വിഭാഗം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർമാരായ ബിട്ടു ചാക്കോ, ഷിബി VP, സൗമ്യ ഉണ്ണികൃഷ്ണൻ, രമ്യ AS എന്നിവരാണ് പരിശീലന പരിപാടി നയിക്കുന്നത്. കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ജില്ലയിലുടനീളം തണ്ണീർ പന്തലുകൾ ഒരുങ്ങി. വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, സഹകരണ കൂട്ടായ്മകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് പലയിടത്തുമായി ആളുകളുടെ ദാഹമകറ്റാൻ തണ്ണീർ പന്തൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ആളുകൾ കൂടുന്ന ഇടങ്ങൾ, പൊതുകവലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇവ ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു. അവതരണം ലിൻസ സിറാജ്.